ഹല്ലേലൂയ. ആമേൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ദൈവത്തിൻ്റെ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു. കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വരവ് എവിടെ നോക്കിയാലും ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു സത്യത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല. അപ്പോൾ നമ്മളെല്ലാവരും ആ ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുകയോ മാത്രമല്ല, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. ദൈവം വന്നിരിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായ വ്യക്തികളെ കൊണ്ടുപോകാനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ കൊണ്ടുപോകാനാണ്. അവിടെ ദൈവവും ഞാനും തമ്മിൽ ഒരു കാപട്യത്തിനോ ഒന്നിനും ഒരു സ്ഥലമുണ്ടാകരുത്. വി മസ്റ്റ് ബി ട്രാൻസ്പെറൻറ്റ് ടു ദ ലോർഡ്. ഒരു കാര്യം നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾക്ക് നമ്മളുടേതായ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. അതൊക്കെ ദൈവം മനസ്സിലാക്കുന്ന ദൈവമാണ്. പക്ഷേ നമ്മളെപ്പോഴും ആ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് നമ്മൾ ഏറ്റുപറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് എപ്പോഴും നമ്മളെ ആ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനാണ് താല്പര്യമുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കേണ്ടത് വിശ്വാസികളായിട്ട്, നമ്മൾ ദൈവത്തെ കളിപ്പിക്കാൻ നോക്കുകയില്ലാതെ നമ്മളുടേതായ എന്താണേലും വി വിൽ ബി ഓപ്പൺ ടു ദ ലോർഡ്. അല്ലേ? നമ്മൾക്ക് ദൈവവുമായിട്ടൊരു തുറവ് വേണം. ദാറ്റ് ഈസ് എൻ ഓപ്പൺനെസ്. അല്ലാതെ യു ഡോണ്ട് ട്രൈ ടു ഫൂൾ ഗോഡ്. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മൾ വചനത്തിലൂടെ നോക്കുമ്പോൾ പല വ്യക്തികളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അഭിഷേകം ചെയ്ത ചില വ്യക്തികളെക്കുറിച്ച് പിന്നെ ദൈവത്തിൻ്റെ അഭിപ്രായം, അയ്യോ ഇത് വലിയ മണ്ടത്തരമായി പോയെന്ന്. ഹലോ, ഇത് അവനെ അഭിഷേകം ചെയ്തത് വലിയ മണ്ടത്തരമായി പോയത്. അതുപോലെ തന്നെ ഇന്ന് ദൈവം നമ്മളെ പലരെയും വിളിച്ചിട്ടുണ്ട്. ഇവിടെ വിളിയുള്ളവർ ആരൊക്കെയുണ്ട്? ദൈവം ഒരിക്കലും പറയാൻ വരുത്തരുത്, അയ്യോ ഇവനെ വിളിച്ചത് വലിയ മണ്ടത്തരമായി പോയത്. ഐ വിത്ത് മീ. നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ 1 സാമുവേൽ 15-ാമത്തെ അധ്യായത്തിൽ അവിടെ സാവൂളിനെ കുറിച്ചാണ് ദൈവം പറയുന്നത്. സാവൂളാണ് ദൈവത്തിൻ്റെ ജനം. നമുക്കറിയാം ന്യായാധിപന്മാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള എല്ലാ ജാതികൾക്കും രാജാക്കന്മാരുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരാളുടെ ഒരു കാറ് വാങ്ങിച്ചാൽ വേറെ ആൾക്ക് കാറ് വാങ്ങണം, അല്ലേ? അപ്പുറത്തൊരു രാജാവുണ്ടെങ്കിൽ നമുക്കൊരു രാജാവ് വേണം. അങ്ങനെ സാമുവേൽ പ്രവാചകൻ്റെ സമയത്ത് അവർ ദൈവത്തോട് യാചിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന്. അങ്ങനെ ദൈവം താല്പര്യമില്ലാതെയും ദൈവത്തിന് വളരെ വിഷമത്തോടെ അവരുടെ ആഗ്രഹങ്ങൾ കൊടുത്തു, ഒരു രാജാവിനെ കൊടുത്തു. അപ്പോൾ ഇവർ പഠിക്കട്ടെ. ഇന്ന് പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് വാങ്ങുന്നത് നമുക്ക് നമ്മുടെ ഒരു തരം നോക്കാം, ഒരു കൊളോക്കിയൽ ഭാഷയെ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു പാരയായി വരും. അപ്പോൾ ഈ സാവൂൾ എന്ന് പറഞ്ഞ ആളെ ദൈവം അഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ശാവൂളിൻ്റെ ആ പെരുമാറ്റമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയാൻ ഇടയായി. 1 സാമുവേൽ 15-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ ദൈവം പറയുകയാണ്, ഐ ഗ്രേറ്റ്ലി റിഗ്രറ്റ് ദാറ്റ് ഐ ഹാവ് സെറ്റ് അപ്പ് സോൾ ആസ് കിങ്, ഫോർ ഹി ഹാസ് ടേൺ ബാക്ക് ഫ്രം ഫോളോയിങ് മീ ആൻഡ് ഹാസ് നോട്ട് പെർഫോംഡ് മൈ കമാൻഡ്മെൻറ്റ്സ്. സോ ഒന്ന് പെട്ടെന്ന് വായിച്ചേ. സാവൂളിനെ രാജാവായി വാഴിച്ചതിനാൽ ഞാൻ ദുഃഖിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകൾ നിവർത്തിച്ചതുമില്ല. ഇതിൽ ശമൂവേലിന് വ്യസനമായി. ഇതിൽ നിന്ന് 2-3 കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് ഈ സാവൂൾ എങ്ങനെ പെരുമാറുമെന്നും അല്ലെങ്കിൽ എങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളത് ദൈവത്തിന് അറിയാഞ്ഞതുകൊണ്ടല്ല. ദൈവം ഹി വാണ്ടഡ് ടു ഗിവ് സാമുവേൽ എന്ന് പറഞ്ഞ സോൾ എ ഫെയർ ചാൻസ്. ഇന്ന് എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് ഒരു ഫെയർ ചാൻസ് തരുന്നുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ നമ്മുടെ യോഗ്യത പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഐ ഗ്രേറ്റ്ലി റിഗ്രറ്റ്. സഹോദര, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതാണ്, എനിക്ക് നിങ്ങൾക്കും ഒരു വിളിയുണ്ടെങ്കിൽ ആ വിളി ദൈവത്തിൻ്റെ വലിയ ദയയും. നമുക്കറിയാമല്ലോ, റോമാക്കുള്ള 9-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 15-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ദയ തോന്നുന്നവരോട് എനിക്ക് ദയ തോന്നും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് എനിക്ക് അനുകമ്പ തോന്നുമെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ ദയയും അനുകമ്പയും അനുഭവിച്ച വ്യക്തികൾ ആരൊക്കെ ഉണ്ട് ഇവിടെ? ആമേൻ. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇരിക്കുന്നതും ആ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് എന്നിൽ നിന്ന് ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ്. ആ പ്രതീക്ഷ, യു മസ്റ്റ് ലിവ് അപ്പ് ടു ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ഗോഡ്. ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം ആഗ്രഹിച്ചതുപോലെ. അപ്പോൾ നമ്മൾ വചനത്തോട് നോക്കുകയാണെങ്കിൽ പല ഇടങ്ങളിലും നമുക്കറിയാം, ദൈവം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് ഒടുക്കം ദൈവത്തിന് നമ്മുടെ ദൈവത്തിന് വികാരമുള്ള ദൈവമാണ്. ആ വികാരം ഉണ്ടാകാൻ കാരണം എന്താ? ജീവിക്കുന്ന ദൈവമായതുകൊണ്ട്. നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് ദൈവത്തിന് വികാരങ്ങളുണ്ട്. ഹീ ഈസ് എൻ ഇമോഷണൽ ഗോഡ്. ഹി ഹാസ് ഫീലിങ്സ്.
അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ, ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് യു ത്രൂ സം സ്ക്രിപ്ചർ. വേറെ എങ്ങനെയാണ് ദൈവം നല്ല ഉദ്ദേശം കൊടുത്ത് ഒരു കാര്യം ചെയ്തു, ഒടുക്കം അത് ആകെ പാടിപ്പോവുകയാണ്. അത് ആകരുത്, നമ്മുടെ ജീവിതത്തിൽ അത് ആകരുതെന്നുള്ള ഒരു താക്കീതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെ വായിക്കാവോ സിസ്റ്ററെ? ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു എന്നും അവൻ്റെ ഹൃദയവിചാരങ്ങൾ എല്ലായ്പ്പോഴും ദോഷത്തിലേക്കാകുന്നുവെന്നും യഹോവ കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനാൽ യഹോവ ദുഃഖിച്ചു, അത് അവൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചു. ഞാൻ സൃഷ്ടിച്ച മനുഷ്യവർഗത്തെ, മനുഷ്യരെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും. അവയെ സൃഷ്ടിച്ചതിനാൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം മനുഷ്യനെ ആരുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിലുമാണ്. എന്തിനാണ്? ദൈവമായിട്ട് ഒരു ബന്ധം പുലർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് വലിയൊരു ഉദ്ദേശം വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ആ ഉണ്ടാക്കിയ ആ ജനം തന്നെ ദൈവത്തിന് എതിരായിട്ട് ഇങ്ങനെ, ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത്, "Then the Lord saw that the wickedness of man was great in the earth, and that every intent of the thoughts of his hearts was only evil continually." അവന് ദുഷ്ടതയല്ലാതെ ചിന്തിക്കാൻ സമയമില്ല. Are you with me? ഇന്ന് ലോകം അങ്ങനെയാണ്. ദൈവത്തിന് യേശു എന്നാ പറയുന്നത്, പിതാവ് യേശുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മക്കൾ, ഇന്ന് അവർക്ക് ദുഷ്ടതയല്ലാതെ ചിന്തിക്കാൻ സമയമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ദൈവം പറയുക, "ഐ ഫീൽ സോറി." വചനം പറഞ്ഞുകൊണ്ട്, "ആൻഡ് ദ ലോർഡ് വാസ് സോറി ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് മാൻ ഓൺ ദി എർത്ത്." ആർ യു വിത്ത് മീ? നമ്മൾ മനസ്സിലാക്കണം, എന്നെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും ദുഃഖിക്കരുത്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് അവൻ്റെ സ്വന്തം ജനം എന്നെടുത്ത് കാത്ത് പരിപാലിച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ആ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ നമ്മൾ വചനത്തിൽ വായിക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 11 മുതൽ 14 വരെ വായിക്കാമോ? എന്നാൽ മോശ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, "യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനത്തിനെതിരായി നിൻ്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മലകളിൽ വെച്ച് കൊന്നുകളയുവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കുവാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിന്? നിൻ്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിൻ്റെ ജനത്തിന് വരുത്തുവാൻ പോകുന്ന ഈ അനർത്ഥത്തിൽ നിന്ന് മനസ്സ് തിരിക്കണമേ. നിൻ്റെ ദാസന്മാരായ എബ്രാഹിമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യും എന്ന് നീ നിന്നെക്കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് അനർത്ഥം വരുത്താതെ മനസ്സ് തിരിച്ചു. ആമേൻ. ഇവിടെ നമുക്കറിയാം, സാഹചര്യം നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ജനം ഈജിപ്തിൽ തീച്ചുളയിൽ നിന്ന് നിലവിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം അവരുടെ നിലവിളി കേട്ടു, അവരെ കടാക്ഷിച്ചു. ഹി റെക്കഗ്നൈസ് ദം, ഹി അക്നോളജ് ദം. എബ്രഹാം, ഇസഹാക്ക്, യാക്കോബിനോട് ചെയ്ത ഉടമ്പടി ദൈവം ഓർത്തു. അങ്ങനെ ദൈവം അവൻ്റെ ഭുജബലത്താൽ ഫേറോയുടെ ആ പിടിയിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ഈജിപ്തിൽ നിന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോയി. ആ കൊണ്ടുപോകുന്നത് അത്ഭുതത്തിൻ്റെ പുറമേ അത്ഭുതത്തിൻ്റെ അടിയാളത്തിലാണ്, അല്ലേ? ദർ വാസ് വൺ മിറക്കിൾ ആഫ്റ്റർ ദി അതർ. ദ വെരി ഫാക്ട് ദറ്റ് ഫേറോ മനസ്സ് മാറിയത് തന്നെ ഈസ് എ ബിഗ് മിറക്കിൾ. അന്നത്തെ ഒരു സാമ്രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈജിപ്ത് സാമ്രാജ്യമായിരുന്നു ഏറ്റവും ശക്തിയുള്ളത്. അങ്ങനെയുള്ളൊരു സാമ്രാജ്യത്തിൽ നിന്ന് ഒരു അടിമകളായിരുന്ന ജനത്തെ അത് വെറുതെ വിടുകയല്ല, അവിടെയുള്ള പൊന്നും വെള്ളിയും എല്ലാം അവർക്ക് കൊടുത്ത് അവരെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു അത്ഭുതമാണ്. അവർ പോകുന്ന വഴി നമുക്കറിയാം സംഭവിച്ചതെന്താണെന്ന്. മുമ്പിൽ ചെങ്കടൽ, പിമ്പിൽ എന്താണ്? സൈന്യം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ, പക്ഷേ അവിടെ ദൈവം അവിടെ ഒരു വഴിയൊരുക്കി. അത് കഴിഞ്ഞ് മരുഭൂമിയിലൂടെ മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു, അല്ലേ, പക്ഷികളെ കൊടുത്തു, അവർക്ക് ആഗ്രഹമുള്ള എല്ലാം കൊടുത്തു. അങ്ങനെ ദൈവം അവരെ കാത്ത് പരിപാലിച്ച് കൊണ്ടുപോയ ഒരു ജനമാണ്. പക്ഷേ ആ ദൈവത്തിൻ്റെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ദൈവം അവർക്ക് 10 കൽപ്പന കൊടുത്തു കഴിഞ്ഞിട്ട് മോശ തിരികെ വരുമ്പോൾ അവർ കാണുന്നത് എന്താണ്? അവിടെ കാളയെ വിഗ്രഹാരാധനയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ദൈവത്തിൻ്റെ ക്രോധം അത്രയധികം വന്നിരിക്കുകയാണ്.
ഇന്ന് സഹോദര, ഇന്ന് നമ്മൾ മോശയെക്കുറിച്ചല്ല പറയുന്നത്, ഇന്ന് നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിച്ച വ്യക്തികൾ ഇന്ന് വിഗ്രഹാരാധനയിലേക്കാണോ പോകുന്നത്? ഇന്ന് ദൈവം, നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എല്ലാ നന്മയുടെയും ഉറവിടം യേശു ക്രിസ്തുവാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് യേശുവാണ് തന്നിരിക്കുന്നത്. അതെല്ലാം മാറ്റിവെച്ചിട്ട് നന്മകൾ അനുഭവിച്ച് പക്ഷേ നന്മയുടെ ഉപകാര സ്മരണ വേറെ വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു ജനമാണോ ഇന്ന് കാണുന്നത്? നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് വികാരമുള്ള ദൈവമാണ്. നമ്മളുടെ ദൈവം മരിച്ച ദൈവമല്ല. ഹലോ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒന്നും ഒരിക്കൽ മരിച്ചു, പക്ഷേ ഇന്ന് സ്വർഗത്തിലെ പിതാവിൻ്റെ വലത്തുവശത്ത് ഉപവിഷ്ടനായ ദൈവമാണ് നമ്മളുടെ ദൈവം. ആ ദൈവത്തിൻ്റെ ആ കുരിശു മരണം വഴി നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നമ്മളെപ്പോഴും അപ്പം മുറിക്കുന്ന ശുശ്രൂഷയിൽ അവിടെ ദൈവം പറയുന്നുണ്ട്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങളെപ്പോഴും എന്നെ അനുസ്മരിക്കുന്നതാണ് ആ യേശുവിൻ്റെ ആ കുരിശു മരണം വഴി എനിക്ക് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ മുകളിലുള്ള അനുഗ്രഹം. എബ്രാഹാമിനും ഇസ്ഹാക്കിനും വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ എൻ്റെ നിങ്ങളുടേതാണ്, അവകാശമാണ്. അത് നിങ്ങൾ അനുസ്മരിക്കണമെന്നാണ് പറയുന്നത്. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒടുക്കം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ വരികയാണെങ്കിൽ ആ നന്മയുടെ ഉപകാര സ്മരണ വേറെ ഒരു വ്യക്തിക്കാണ് പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും പത്രം വായിച്ച് നോക്കിയാൽ മതി. ഹലോ, പണം വെച്ചിട്ട് പൈസ ചിലവാക്കിയിട്ട് അവർ ശാപം സ്വന്തമാക്കുക. ഹലോ, വട്ടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന പരിപാടി ഇത്. ഹലോ, നമ്മൾ മനസ്സിലാക്കണം, യു ആർ ജസ്റ്റ് ഇൻവൈറ്റിംഗ് ദ റോത്ത് ഓഫ് ഗോഡ്. ഇവിടെ ആ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവം പ്ലാനിട്ട് ഇവരെ അങ്ങോട്ട് നശിപ്പിക്കാൻ പോവുകയാണെന്ന്. പക്ഷെ മോശ യാചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഗോഡ് റിലൻറ്റഡ്. കാരണം നമ്മൾക്കറിയാം, ദൈവത്തിൻ്റെ സ്വഭാവം ക്ഷമിക്കുന്ന ദൈവമാണ്. ആയുധി, അതുകൊണ്ട് നമ്മൾ പോയി പിന്നെ ദിവസം തോറും പാപം ചെയ്യണമെന്നല്ല പറയുന്നത്. നിൻ്റെ അജ്ഞതയിൽ നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 1 സാമുവേലിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 6-7 വചനം വായിക്കാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് വായിച്ചു. 1 സാമുവേൽ chapter 8 verse 6 and 7. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, അവരുടെ രാജാവായിരിക്കുന്നതിൽ നിന്ന് എന്നെയാവുന്നു തിരസ്കരിച്ചിരിക്കുന്നത്. ആമേൻ. വളരെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. But the thing displeased Samuel when they said, give us a king to judge us. So Samuel prayed to the Lord, and the Lord said to Samuel, heed the voice of the people in all that they say to you, for they have not rejected you, but they have rejected me, that I should not reign over them. ഇത് നമ്മളുടെ മുകളിൽ വാഴുന്നത് ആരാണ്? ഇത് നമ്മൾ കർത്താവായ യേശു ആണോ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുകളിൽ വാഴുന്നത്? യേശുവാണോ എൻ്റെ കർത്താവ്, അതോ മറ്റ് വ്യക്തികളും മറ്റ് സാഹചര്യങ്ങളും സംവിധാനങ്ങളും ആണോ എൻ്റെ മുകളിൽ ആധിപത്യം കൽപ്പിക്കുന്നത്? കാരണം അവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, they did not want God to rule over them. അവരുടെ മുകളിൽ വാഴുന്നതിന് പകരം അവരൊരു മനുഷ്യനെ തിരഞ്ഞെടുത്തത്. അയ്യുന്നീ, ഇന്ന് സഹോദര സഹോദരി, ഇന്ന് പല മേഖലയിലും വിശ്വാസി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് അവർ ആരുടെ കീഴിലാണ് പോകുന്നത്, ആരെല്ലാം ആശ്രയിക്കുന്നത്? അത് ദൈവത്തിലാണോ അതോ മനുഷ്യനിലാണോ? മരിച്ചുപോയ ചില മനുഷ്യനിലാണോ? ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവിടെ ആ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മുകളിൽ വാഴാനായിട്ട് ദൈവത്തിന് അവർ അവസരം കൊടുക്കാതെ അവരൊരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ മുകളിൽ വാഴാനായിട്ട്. ഇന്ന് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എവിടെയാണ് പോകുന്നത്? എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ എവിടെയാണ് ജനം പോകുന്നത്? അത് പോകുന്നത് എല്ലാം ചെയ്യുവാൻ കഴിവുള്ള ആ ദൈവത്തിൻ്റെ അടുത്താണോ അതോ പുണ്യാളൻ അല്ലെ പുണ്യാളത്തി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്താണോ? സഹോദര, ഇത് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സേസ് അവർ ചെയ്യുന്ന കാര്യം ഇത് നിൻ്റെ എതിരല്ല, അവർ ചെയ്യുന്നത് എൻ്റെ എതിരാണ്. കാരണം എന്താണ്? വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദേ ഹാവ് റിജക്റ്റഡ് മീ ദാറ്റ് ഐ ഷുഡ് നോട്ട് റെയിൻ ഓവർ ദം. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ വേറെ ഇടങ്ങളിൽ പോവുകയാണെങ്കിൽ സഹോദര, ഇറ്റ് ഈസ് എ വെരി ക്ലിയർ സൈൻ ദാറ്റ് യേശുവിനെ ഞാൻ തിരസ്കരിച്ചു, നിഷേധിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കണം. ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ എല്ലാത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെ ഉറവിടം യേശു ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എവിടെ പോകും? എൻ്റെ യേശു അടുത്ത് പോകും.
എനിക്ക് യേശുവിനെ അറിയുവാം, ആ യേശുവിൻ്റെ കഴിവുകളെ അറിയാം. നമുക്ക് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബട്ട് വിത്ത് ഗോഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അല്ലേ? ദൈവത്തോട് കൂടെയാണെങ്കിൽ ഒന്നും അസാധ്യമല്ല. അവിടെ നമ്മളിവിടെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, വിത്ത് ഗോഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത് അത് ദൈവത്തിന് അസാധ്യമല്ല എന്നല്ല പറയുന്നത്. ഹലോ, കാരണം ദൈവത്തിന് അസാധ്യമല്ല എന്നുള്ളത് ഒരു സത്യമാണ്, അത് നീ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വിത്ത് ഗോഡ് എന്ന് പറയുമ്പോൾ, വെൻ ഐ പാർട്ട്ണർ വിത്ത് ഗോഡ്, വെൻ മൈ ഫെയ്ത്ത് ഈസ് മിങ്കിൾഡ് വിത്ത് ഗോഡ്സ് വേർഡ്, ദെൻ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഹെബ്രായരുടെ ലേഖനം 3-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാണ്. അവിടെ അവർക്ക് രക്ഷയിലേക്ക് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിൽ, ഫോർ ഇൻഡീഡ് ദ ഗോസ്പൽ വാസ് പ്രീച്ച്ഡ് ടു us ആസ് വെൽ ആസ് ടു them, but the word which they heard did not profit them, not being mixed with faith. Are you with me? It did not profit them. അപ്പം അവർ കേട്ട വചനങ്ങൾ വിശ്വാസം വഴി സ്വീകരിക്കാത്തത് കൊണ്ട്, അത് വിശ്വസിക്കുന്ന ഒരു ജനത്തിൻ്റെ കൂടെ അവർക്ക് കൂട്ടായ്മ ഇല്ലായിരുന്നത് കൊണ്ട് അവർക്ക് ഒരു ഗുണവും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവവുമായിട്ട് ഞാൻ പാർട്ട്ണർ ചെയ്യുമ്പോൾ, മൈ ഫെയ്ത്ത് ആൻഡ് ഗോഡ്സ് വേർഡ്, ഇത് രണ്ടും കൂടെ പാർട്ട്ണർ ചെയ്യുമ്പോൾ ഒന്നിനും അസാധ്യമല്ല. Are you with me? ദൈവത്തിന് അസാധ്യമല്ല എന്നുള്ളത് നീ പറഞ്ഞാലും അല്ലെങ്കിലും ദൈവത്തിന് അസാധ്യമല്ല. ദാറ്റ് ഈസ് എ ക്യാരക്ടർ ആൻഡ് ദ നേച്ചർ ഓഫ് ഗോഡ്, ദറ്റ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു പാർട്ട്ണർ വിത്ത് ഗോഡ് ബൈ റിലീസിങ് മൈ ഫെയ്ത്ത്. ഹിസ് വേർഡ് ഇസ് ഹിയർ. I have to release my faith and then get into a partnership with God, my faith and God's word. Then nothing is impossible. അതല്ലേ ദൈവം പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 40-ാമത്തെ വചനം ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ ഒന്ന് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ നീ വിശ്വസിക്കണം. ഇറ്റ് ഈസ് യുവർ ഫെയ്ത്ത് ദാറ്റ് ട്രിഗേഴ്സ് ദ പവർ ഓഫ് ദ വേർഡ്. ദൈവത്തിൻ്റെ വചനം അവിടെ എന്നാ പറയുന്നത്, ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വചനമുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്, ദ വേർഡ് ഈസ് ഗോഡ്. അപ്പോൾ വചനം അവിടെയുണ്ട്, വചനത്തിൻ്റെ ശക്തി അവിടെയുണ്ട്, വചനത്തിൻ്റെ കഴിവുകൾ അവിടെയുണ്ട്. പക്ഷേ എനിക്കത് ഹാർനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു പാർട്ട്ണർ വിത്ത് ഗോഡ് ഇൻ ഫെയ്ത്ത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. അല്ല, വെറുതെ നമ്മളൊരു വി ഷുഡ് നോട്ട് ബി മേക്കിംഗ് എൻ എംപ്റ്റി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ഫാക്ട് ഓർ എ ട്രൂത്ത് ദറ്റ് നത്തിങ് ഇസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ഇറ്റ് ഈസ് വെൻ ഐ മിക്സ് മൈ ഫെയ്ത്ത് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, ദ പവർ ഓഫ് ഗോഡ് ഗെറ്റ്സ് ഇഗ്നൈറ്റഡ് ആൻഡ് റിലീസ്ഡ് ഇൻ ടു മൈ ലൈഫ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും യു മസ്റ്റ് അലൗ ജീസസ് ടു റൂൾ ഓവർ യുവർ ലൈഫ് ആൻഡ് റെയിൻ ഓവർ യുവർ ലൈഫ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മുകളിൽ വാഴാൻ നമ്മൾ ദൈവത്തിന്, യേശുവിന് ഇത് കൊടുക്കണം. കാരണം യേശു എൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ വാഴുകയാണെങ്കിൽ, ഇഫ് ഹീസ് റൂളിങ് ഓവർ മൈ ലൈഫ് ആൻഡ് റെയിനിങ് ഓവർ മൈ ലൈഫ്, എൻ്റെ പാത്സ് ആർ ഡയറക്റ്റഡ് ബൈ ഹിം. എൻ്റെ വഴികൾ അവനാണ് നടത്തുന്നത്. ഐ വിത്ത് മീ? അപ്പോൾ വി മസ്റ്റ് ലേൺ ടു സറണ്ടർ ടു ദ ലോഡ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിവുകൾ നോക്കുക, എന്നിട്ട് അത് കഴിയാതെ ഒരു സുല്ലിടുമ്പം ദൈവത്തോട് പോവുകയല്ല. ആദ്യം മുതലേ നമ്മൾ ദൈവത്തിന് നമ്മളുടെ ജീവിതങ്ങൾ സമർപ്പിക്കണം. അപ്പോൾ ഹീ വിൽ ഗൈഡ് യുവർ പാസ്. നമുക്കറിയാമല്ലോ, സങ്കീർത്തനം 119-105 വചനം പറയുന്നുണ്ടല്ലോ, നിൻ്റെ വചനം എൻ്റെ പാദത്തിനൊരു വിളക്കും പാതയ്ക്കൊരു വെളിച്ചവുമായിരിക്കണം. അപ്പോൾ എൻ്റെ ജീവിതം നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. പിന്നെ 1 സാമുവേൽ 13-ാമത്തെ അധ്യായം എടുക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട്, സാവൂളിൻ്റെ ദൃഷ്ടിയിൽ ചെയ്ത ഒരു കാര്യം വളരെ നല്ലതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ വചനം ലംഘിച്ചിട്ട് ചെയ്യുന്നത് ദൈവത്തിന് പ്രീതികരമല്ല. അതാര് എന്തായിക്കോട്ടെ. 1 സാമുവേൽ 13:1-14, പക്ഷേ അധികമായതുകൊണ്ട് സിസ്റ്റർ 13 and 14 വചനങ്ങൾ വായിച്ചാൽ മതി. 1 സാമുവേൽ 13:13 and 14. സാമുവേൽ സാവൂളിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വമാകുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന നീ അനുസരിച്ചില്ല. യഹോവ ഇസ്രായേലിൻ്റെ മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കിയിരിക്കുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ അനുസരിക്കാതിരുന്നത് കൊണ്ട് തൻ്റെ ഹൃദയമുള്ള ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോയി പ്രാപിക്കാൻ പറ്റിയില്ല.
ഹി വിൽ ടേക്ക് അവേ ദ ബ്ലെസ്സിങ്. ജസ്റ്റ് ലൈക്ക് സാവൂളിലുണ്ടായിരുന്ന ആ രാജാവാകുന്ന അഭിഷേകം ദൈവം എടുത്തു കളഞ്ഞു. സോ എനിക്ക് നിങ്ങൾക്ക് ഒരു വിളിയുണ്ടെങ്കിൽ നമ്മൾ ആ വിളിയുടെ അനുയോജ്യമായ ഒരു ജീവിതം നയിക്കണം. ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കണം. ഇവിടെ സാവൂൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, സാമ്യുവൽ പ്രവാചകൻ വരാൻ താമസിച്ചുകൊണ്ട് സാവൂൾ തന്നെ സാമ്യുവലിൻ്റെ സ്ഥലത്തോട്ട് കയറി ഒരു ബലിയൊക്കെ അങ്ങ് അർപ്പിച്ചു. ബലി അർപ്പിക്കുന്നത് നല്ലതാണ്, പക്ഷേ ദൈവത്തിൻ്റെ ചില കൽപ്പനകൾ, ചട്ടങ്ങളുണ്ട്. അത് ലംഘിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പ്രീതികരമല്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞത് എന്താണ്? നിൻ്റെ രാജ്യം എന്നേക്കുമായിട്ട് വാഴേണ്ടതാണെന്നാണ് ഞാൻ കൽപ്പിച്ചത്. പക്ഷേ എങ്കിലും നീ എൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തത് കൊണ്ട് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയൊരു വ്യക്തിയെ നിൻ്റെ സ്ഥാനത്ത് ഞാൻ അഭിഷേകം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിൻ്റെ രാജ്യം നിന്നിൽ നിന്ന് മാറ്റിയെടുത്ത് കളഞ്ഞു. സഹോദര, വി മസ്റ്റ് ബി വെരി കെയർഫുൾ. കാരണം നമുക്കറിയാം, എനിക്ക് നിങ്ങൾക്കൊരു വിളിയുണ്ട്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിശ്രമത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണമെന്നില്ല. Are you with me? പല വ്യക്തികൾക്കും ഒരു ഇതുണ്ട്, ഞാൻ ഒരിക്കൽ ഒരു യേശുവിനെ ഞാൻ സ്വീകരിച്ചതാണ്, ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. യു കനോട്ട് ഡു എനിത്തിങ് ദറ്റ് യു വാണ്ട്. യു ഹാവ് ടു ഒബേ ഗോഡ്സ് വേർഡ്. കാരണം നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വിളി കേട്ടിട്ട് ഈജിപ്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നത് ദൈവം നമ്മളെ വിളിക്കുന്നത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ്, അല്ലേ? അവർ വന്നത് വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനാണ്, കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനാണ്. പക്ഷേ അവരുടെ ഹൃദയ കാഠിന്യം കൊണ്ട് അവരിൽ 20 വയസ്സിൽ മുകളിലുള്ളവരിൽ ആകെ കാലേബും ജോഷുവയും മാത്രമേ പ്രവേശിച്ചുള്ളൂ. അപ്പോൾ ഇറങ്ങി വന്നതെന്നുള്ള സത്യം, നമ്മൾ പലയിടങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നത് സത്യം. പക്ഷേ നിനക്ക് ഇറങ്ങി വന്ന ആ ഉദ്ദേശം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ ലോകത്തിലെ ജീവിതം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചായിരിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഹല്ലേലൂയ. അല്ലാതെ ഇറങ്ങി വന്നവരെല്ലാവരും അങ്ങോട്ട് കയറിയില്ല സഹോദര. അതുകൊണ്ട് നീ മറ്റ് സഭ വിട്ട് ഇങ്ങോട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ഓഫ് കോഴ്സ്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ബട്ട് യു ഹാവ് ടു കീപ്പ് ഓൺ വാക്കിംഗ്. യു ഹാവ് ടു കീപ്പ് ഓൺ വാക്കിംഗ്, having the word of God as a lamp under your feet and a light under your path, so that you will not lose your way. അതുകൊണ്ട് അങ്ങനെ ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും പ്രവേശിക്കുവാനുള്ള ആ കഴിവ് ദൈവം തരും. പിന്നെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ സങ്കീർത്തനം 78, 40, 41 വായിക്കോ. ബുക്ക് ഓഫ് സാം 78, 40, 41. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനെ ധിക്കരിക്കുകയും ശൂന്യപ്രദേശത്ത് അവനെ ദുഃഖിപ്പിക്കുകയും ചെയ്തു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. അപ്പം ഈ മരുഭൂമി ഒരു യാത്രയായിരുന്നല്ലേ? എങ്ങോട്ടായിരുന്നു യാത്ര? വാഗ്ദാനം ചെയ്ത് കാനാൻ ദേശത്തേക്ക്. ഇന്ന് നമ്മളെവിടെയാണ് നടക്കുന്നത്? നമ്മളും ഈ ലോകമാകുന്ന മരുഭൂമിയിലാണ്. എങ്ങോട്ടാണ് നടക്കുന്നത്? ദൈവം വാഗ്ദാനം ചെയ്ത് വിശ്രമത്തിലേക്കാണ്. Are you with me? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഹൗ ഓഫൻ ദേ പ്രൊവോക്ഡ് ഹിം ഇൻ ദ വിൽഡർനെസ്. ഇന്ന് നമ്മളുടെ ഈ ക്രിസ്തീയ ഇവിടുത്തെ ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ ദൈവത്തെ നമ്മൾ ആർ യു പ്രൊവോക്കിംഗ് ഹിം? നമ്മളുടെ ചിന്തകളും സംസാരങ്ങളും നമ്മളുടെ വിചാരങ്ങളും ഒക്കെ വഴി ആർ യു പ്രൊവോക്കിംഗ് ഗോഡ്? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അവിടെ പറയുന്നുണ്ട്, ആൻഡ് ഗ്രീവ്ഡ് ഹിം ഇൻ ദ ഡെസേർട്ട്. അവനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയം നമ്മൾ വേദനിപ്പിക്കുകയാണ്, അവന് നൊമ്പരം വരികയാണ്. ഹീ ഈസ് ഗെറ്റിംഗ് ഹേർട്ട്. Are you with me? പിന്നെ ദൈവത്തിൻ്റെ വചനം അടുത്ത വചനം പറയുന്നുണ്ട്, യെസ്, again and again they tempted God and limited the Holy One of Israel. ലിമിറ്റഡ്. എന്ത് ലിമിറ്റ് ചെയ്ത്? ദൈവത്തിന് അളവ് ലിമിറ്റൊന്നുമില്ല. They limited the working of the blessings of God on them in the desert. ഹലോ, ദൈവത്തിൻ്റെ കഴിവുകൾ എനിക്ക് നിങ്ങൾക്കും കുറയ്ക്കാൻ പറ്റുകയില്ല. അവൻ അസാധ്യമേ ഒന്നുമില്ല, അവൻ എല്ലാത്തിനും മതിയായവനാണ്. ബട്ട് യു ലിമിറ്റഡ് ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ എന്ന് വെച്ചാൽ ദൈവം നിനക്ക് വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ കരുതിക്കൂട്ടി വെച്ചിരുന്ന അനുഗ്രഹങ്ങൾ നിനക്ക് മുഴുവൻ പ്രാപിക്കാൻ പറ്റാത്ത തരത്തിൽ നീ അവനെ മുടക്കി. ഹലോ, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്? യു ലിമിറ്റഡ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ടു കം അപ്പോൺ യു ബിക്കോസ് ഓഫ് യുവർ മർമറിങ്. അപ്പോൾ എൻ്റെ അനുഗ്രഹങ്ങളുടെ ഉറവിടം എവിടെയാണ്? യേശുവാണ്. ആ യേശുവിൻ്റെ എതിരെ ഞാൻ പെറുപുറത്തിട്ടുണ്ടെങ്കിൽ യേശുവിൽ നിന്ന് പ്രാപിക്കാൻ പറ്റുന്ന അനുഗ്രഹങ്ങളെ ഞാൻ തടസ്സം ചെയ്യുകയാണ്, ഞാനത് തടഞ്ഞു വയ്ക്കുകയാണ്. ദാറ്റ് ഇസ് വാട്ട് ഹിസ് വേർഡ് സേസ്. പിന്നെയും ദൈവത്തിൻ്റെ വചനം അതേ അധ്യായം 56 മുതൽ 58 വരെ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. 56, 57. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു, മത്സരിച്ചു, അവൻ്റെ സാക്ഷ്യങ്ങൾ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് അവിശ്വസ്തത കാട്ടി.
വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു. അടുത്ത വചനം 58. അവർ തങ്ങളുടെ പൂജാഗിരികൾ കൊണ്ട് അവനെ കോപിപ്പിച്ചു, വിഗ്രഹങ്ങൾ കൊണ്ട് അവന് വൈരാഗ്യം ജനിപ്പിച്ചു. ആമേൻ. ഇതിൽ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ ഈ ലോകത്തിൽ ഇപ്പോൾ? ഒന്ന് പറയുന്നുണ്ട്, ആൻഡ് ദ ടെസ്റ്റഡ് ആൻഡ് പ്രൊവോക്ഡ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ആൻഡ് ഡിഡ് നോട്ട് കീപ്പ് ഹിസ് ടെസ്റ്റിമണീസ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ, അത് കേൾക്കുവാൻ പോലും താല്പര്യമില്ല. ഹലോ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ പോലും, കേട്ടിട്ടുണ്ടെങ്കിലല്ലേ അത് അനുസരിക്കാൻ പറ്റുള്ളൂ. അത് കേൾക്കുവാൻ പോലും താല്പര്യമില്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സഭ അല്ലെങ്കിൽ ചില അധികാര സ്ഥാനത്തുള്ളവർ പുറപ്പെടുവിക്കുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾക്കാണ് മനുഷ്യൻ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ദേ ആർ നോട്ട് ഈവൻ ഏബിൾ ടു ദേ ആർ പ്രൊവോക്കിംഗ് ഗോഡ് ബൈ നോട്ട് ഒബേയിങ് ഹിസ് വേർഡ്. രണ്ടാമത്, ബട്ട് ടേൺഡ് ബാക്ക് ആൻഡ് ആക്റ്റഡ് അൺഫെയ്ത്ത്ഫുള്ളി ലൈക്ക് ദിയർ ഫാദേഴ്സ്. ദേ വെർ ടേൺഡ് അപ്സൈഡ് ഡൗൺ ലൈക്ക് എ ഡിസീറ്റ്ഫുൾ ബൗ ലൈക്ക് ദിയർ ഫാദേഴ്സ്. നമുക്കറിയാം പിതാക്കന്മാരിൽ നിന്ന് വരുന്ന എന്താ, പിതാക്കന്മാരിൽ നിന്ന് എന്താ കിട്ടുന്നത്? പിതാക്കന്മാരുടെ അതേ സ്വഭാവമുണ്ട്. അതേ സ്വഭാവം എങ്ങനെയാണ്? പിതാക്കന്മാരുടെ അവരുടെ എന്നാ ദ ട്രഡിഷൻസ്, അവരുടെ പാരമ്പര്യം, അവർ അവകാശമായിട്ട് പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ അതേ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. യേശുക്രിസ്തു നമുക്കറിയാം, പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തു എന്നെ നിങ്ങളെ വീണ്ടെടുത്തത് എവിടെ നിന്നാണ്? പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നാണ്, ഫ്രം ദ ട്രഡിഷൻസ് ഓഫ് യുവർ ഫാദേഴ്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പിതാക്കന്മാരുടെ അതേ സ്വഭാവമായിരുന്നു ആണ് ഇന്ന് ജനത്തിനുള്ളത്. ആ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്, ഫോർ ദേ പ്രൊവോക്ഡ് ഹിം ടു ആങ്കർ വിത്ത് ദിയർ ഹൈ പ്ലേസസ് ആൻഡ് മൂവ്ഡ് ഹിം ടു ജലസി വിത്ത് ദ കാർവ്ഡ് ഇമേജസ്. ഇന്ന് ദൈവത്തിൻ്റെ ഏറ്റവും കൂടുതൽ ക്രോധം വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന വിഗ്രഹാരാധനയാണ്.